നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സ്വരാജ് പാർട്ടി 1923. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സ്വരാജ് പാർട്ടി 1923. ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ് 1934. ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ് 1934. ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 1935. ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 1935. ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ച ബ്രിട്ടീഷ് നീക്കം ഓഗസ്റ്റ് ഓഫർ 1940. ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ച ബ്രിട്ടീഷ് നീക്കം ഓഗസ്റ്റ് ഓഫർ 1940. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 389. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 389. വിഭജനത്തിനു മുൻപ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 292 പേർ. വിഭജനത്തിനു മുൻപ് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 292 പേർ. ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും 4 പേർ. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 പേർ. പാകിസ്ഥാൻ പ്രദേശങ്ങളിലെ അംഗങ്ങൾ വിട്ടുനിന്നപ്പോൾ ഉണ്ടായിരുന്ന അംഗസംഖ്യ 299 ആണ്. പാകിസ്ഥാൻ പ്രദേശങ്ങളിലെ അംഗങ്ങൾ വിട്ടുനിന്നപ്പോൾ ഉണ്ടായിരുന്ന അംഗസംഖ്യ 299. വിഭജനത്തിനു ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും 226 അംഗങ്ങളാണ്. ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും 3. വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്നും 70 പേർ. വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്നും 70 പേർ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച തീയതി 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച തീയതി 1946 ഡിസംബർ 6. ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ആദ്യ യോഗത്തിൽ പങ്കെടുത്തവർ 211 പേർ. ആദ്യ യോഗത്തിൽ പങ്കെടുത്തവർ 211 പേർ. പങ്കെടുത്ത വനിതകൾ 17. വനിതകൾ പങ്കെടുത്തത് 17. സ്വാതന്ത്ര്യത്തിനു ശേഷം 15 വനിതകൾ. സ്വാതന്ത്ര്യത്തിനു ശേഷം 15 വനിതകൾ. സരോജിനി നായിഡു, ബീഗം എസാസ് റസൂൽ, ഹാൻസ മേത്ത, രാജകുമാരി അമൃത് കൗൾ, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സുജേത കൃപലാനി, രേണുക റായ്, ലീല റായ്, പൂർണിമ ബാനർജി, കമല ചൗധരി, മാലതി ചൗധരി, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രി. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9. മലയാളി വനിതകൾ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രി. മലയാളി വനിതകൾ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ദളിത്, ആനി മസ്ക്രി. അംഗമായ ഏക മുസ്ലിം വനിത ബീഗം ഖുദ്സിയ ഐസാസ് റസൂൽ. അംഗമായ ഏക മുസ്ലിം വനിത ബീഗം ഖുദ്സിയ ഐസാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി, അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി, അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ആദ്യ യോഗത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹ. ആദ്യ യോഗത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹ. സഭയിലെ പ്രായം ചെന്ന ആൾ ആയതുകൊണ്ട് ഫ്രഞ്ച് രീതിയിലായിരുന്നു തിരഞ്ഞെടുത്തത്. താത്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി. താത്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ വിമർശിച്ചത് MR ജേക്കർ. ലക്ഷ്യപ്രമേയത്തെ വിമർശിച്ചത് MR ജേക്കർ.
ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1940 ജനുവരി 22. ലക്ഷ്യപ്രമേയത്തെ വിമർശിച്ചത് M.R. ജേക്കബ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജനുവരി 22. ഇത് പിന്നീട് ആമുഖമാക്കി മാറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29. ഭരണഘടനയുടെ കരട് നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 4 നവംബർ 1947. ഭരണഘടനയുടെ കരട് നിർമ്മാണ സഭ അവതരിപ്പിച്ചത് 4 നവംബർ 1947. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യ കരട് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21. തയ്യാറാക്കിയത് B.N. റാവു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യ കരട് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21. തയ്യാറാക്കിയത് B.N. റാവു. അന്തിമ കരട് നൽകിയത് 1949 നവംബർ 25. ഭരണഘടനാ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതിയത് വസന്ത് കൃഷ്ൺ വൈദ്യ. ഒറിജിനൽ പതിപ്പ് ഇറ്റാലിക്സ് എഴുതിയത് പ്രേം ബിഹാരി നാരായൺ റൈസാദ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. നിർമ്മാണ സഭയുടെ അവസാന യോഗം 1950 ജനുവരി 24. 1950 ജനുവരി 24 നിർമ്മാണ സഭയുടെ അവസാന യോഗം. അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ടത് 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. കമ്മിറ്റികൾ ആകെ 22 കമ്മിറ്റികളാണ്. പ്രധാന കമ്മിറ്റികൾ 8 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ പതാക അഡ് ഹോക് കമ്മിറ്റി തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ആഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ B.R. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആകെ 7 പേരാണ്. ഡോക്ടർ അംബേദ്കർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, K.M. മുൻഷി, B.L. മിട്ടർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ 7 പേർ. ഡോക്ടർ അംബേദ്കർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, K.M. മുൻഷി, B.L. മിട്ടർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും B.L. മിട്ടർ രാജിവെച്ചപ്പോൾ അംഗമായത് N. മാധവറാവു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും B.L. മിട്ടർ രാജിവെച്ചപ്പോൾ അംഗമായത് N. മാധവറാവു. D.P. ഖൈത്താൻ അന്തരിച്ചപ്പോൾ അംഗമായത് T.T. കൃഷ്ണമാചാരി. സ്റ്റേറ്റ്സ് കമ്മിറ്റി തലവൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി തലവൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി തലവൻ ജവഹർലാൽ നെഹ്റു. പ്രവിശ്യ കമ്മിറ്റി തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റി കമ്മിറ്റി തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ. മൈനോറിറ്റി സബ് കമ്മിറ്റി H.C. മുഖർജിയാണ്.
ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി തലവൻ KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി തലവൻ KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ, ട്രൈബൽസ്, ആസാം എന്നിവയുടെ നിയമനിർമ്മാണ കമ്മിറ്റി തലവൻ ഗോപിനാഥ് ബോർദലൈ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ, ട്രൈബൽസ്, ആസാം എന്നിവയുടെ നിയമനിർമ്മാണ കമ്മിറ്റി തലവൻ ഗോപിനാഥ് ബോർദലോയ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയെ അംഗീകരിച്ചത് 1950 ജനുവരി 24. നിർമ്മാണ സഭ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14. നിർമ്മാണ സഭ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14. ഭരണഘടനയിൽ അവസാന സമ്മേളനത്തിൽ 1950 ജനുവരി 24 ഒപ്പുവെച്ചത് 284 പേരാണ്. ഭരണഘടനയിൽ അവസാന സമ്മേളനത്തിൽ 1950 ജനുവരി 24 ഒപ്പുവെച്ചത് 284 പേർ. ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. 11 സമ്മേളനങ്ങൾ 165 ദിവസം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 395 അനുച്ഛേദവും 8 ഷെഡ്യൂളുകളുമായിരുന്നു. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 395 അനുച്ഛേദം 8 ഷെഡ്യൂളുമായിരുന്നു. ഭരണഘടനയെ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1949 നവംബർ 26. ഭരണഘടനയെ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1949 നവംബർ 26. ദേശീയ നിയമദിനം നവംബർ 26. ദേശീയ നിയമദിനം നവംബർ 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. റിപ്പബ്ലിക് എന്നാൽ ആ രാജ്യത്തെ ഭരണത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നാണ്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണം ഈ ദിവസമാണ് INC സ്വാതന്ത്ര്യ ദിനമായി മുമ്പ് ആചരിച്ച ദിനമായതുകൊണ്ട്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണം ഈ ദിവസമാണ് INC സ്വാതന്ത്ര്യ ദിനമായി മുമ്പ് ആചരിച്ച ദിനമാണ്. അതുകൊണ്ടാണ്. താങ്ക് യു.